ഇന്നത്തെ ഒരു വീഡിയോ ചെടികൾക്ക് എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ജൈവവളം ചെയ്യാമെന്നുള്ളതാണ്. ഈ ചെടികൾക്കെല്ലാം ഞാൻ വീട്ടിലുണ്ടാക്കിയ വളം കൊണ്ട് ചെയ്തതാണ്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. വേറെ ചെടിക്കടയിൽ നിന്നോ എവിടെ നിന്നോ ഒന്നും വാങ്ങിയിടാറില്ല ഞാൻ. അതുപോലെ ഞാൻ തക്കാളി, പച്ചമുളക് അതെല്ലാം ഈ ചൂട് കാലമായതുകൊണ്ട് അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇല്ല. അതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞത് കരിഞ്ഞു പോകുമല്ലോ, അങ്ങനെ പോയി. അപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിൾ കൂടെ വച്ചിട്ടുണ്ട്. ഇത് മറ്റേ സർപ്പച്ചെടി എന്ന് പറയില്ലേ, അതാ. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഞാൻ വീടിൻ്റെ ഉള്ളിലാണ് അത് വെച്ചിട്ടുള്ളത്. ഇതിനെല്ലാം സർപ്പച്ചെടിക്കൊന്നും ഈ വളത്തിൻ്റെ ആവശ്യമില്ല. മറ്റ് ചെടികൾക്കെല്ലാം തക്കാളി അതിനെല്ലാം നമുക്ക് ആവശ്യമാണ് ഈ വളം. അതുപോലെ വാഴ ഒരു വാഴയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ഞാൻ വീട്ടിലുള്ള വളമാണ് ചേർത്തിട്ടുള്ളത്. അതെങ്ങനെ ഞാൻ ചെയ്യുക എന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് വളമാകുമ്പോൾ നമുക്ക് വിഷമില്ലാത്തത് കഴിക്കാം. എല്ലാ കാലവും അത് പറ്റില്ല. പറ്റുന്നിടത്തോളം നമുക്കത് ചെയ്യാം വീട്ടിൽ തന്നെ. വളരെ എളുപ്പമാണ്. നമ്മൾ വേണ്ടാത്തത് എടുത്ത് കുപ്പയിൽ കൊണ്ടുപോയി തട്ടണത്. ഇതുപോലെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഓരോന്ന് കിട്ടുമല്ലോ. കുറച്ച് സമയം ഒന്നിപ്പോൾ ചിലവഴിച്ചാൽ മതി. കണ്ടില്ലേ, ഞാൻ ഈ കിച്ചൺ വേസ്റ്റെല്ലാം ഞാൻ ചട്ടിയുടെ ഉള്ളിലിടും. അല്ലാതെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങനെയും ചെയ്യും. ചട്ടിയുടെ ഉള്ളിലിടുമ്പോൾ കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് മണ്ണിനടിയിലിട്ടിട്ട് ആ മണ്ണിട്ട് മൂടണം. അപ്പം നമ്മൾ തറയിൽ ചെയ്താലും അതുപോലെ തന്നെ ചെയ്യേണ്ടത്. അത് വലിയ വിസ്താരമായ സ്ഥലമുള്ളവരാണെങ്കിലും ഇപ്പം നമ്മൾ വേസ്റ്റെല്ലാം വെറുതെ കൊണ്ട് കളയാതെ ചെടികളുടെ സൈഡിലോട്ട് മണ്ണ് കുറച്ച് മാന്തി കളഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ മണ്ണ് അതിൻ്റെ മേലെ ഇടണം. അപ്പോൾ അത് ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് നല്ലൊരു വളമാവും. നമുക്ക് സെപ്പറേറ്റ് വേറെ വളവും വാങ്ങി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, അതിട്ടിട്ട് ഈ വാഴയെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ജൈവവളം വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ കിച്ചണിലുള്ള വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് മാത്രമല്ല, എല്ലാ മീനിൻ്റെ പിന്നെ ബാക്കി വരണ ഫുഡ് ഇതെല്ലാം കഴിക്കില്ലല്ലോ. ചിലതൊന്നും കഴിക്കില്ല, കുറച്ച് ചീത്തയാവും. അങ്ങനെയൊക്കെ ഉള്ളതും ഇതിൽ കൊണ്ടുവന്ന് ആ ചട്ടിയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റും കിട്ടും. മണ്ണിനും നല്ല ഫലഭൂയിഷ്ടമാകും. ഓരോ ആയി പണ്ടത് നന്നായിട്ടുണ്ട്. വാഴയുടെ ഇലയെല്ലാം നല്ല ചെറുതൊന്നുമല്ല, കുറച്ച് നന്നായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ പുതിനയും ഞാൻ ഇതുപോലെ വളമിട്ട് ചെയ്തതാണ്. ഒന്നോ രണ്ടോ അതിൻ്റെ കാമ്പ് കൊണ്ട് വെച്ചതാണ്. അങ്ങനെ ഇത് ചട്ടി നിറച്ച് ഗ്രോ ബാഗ് നിറയെ വന്നിട്ടുണ്ടത്. വെയിൽ കാലമാകുമ്പം അതൊക്കെ പോവും. നമ്മൾ നല്ലോണം സൂക്ഷിച്ചാൽ കൂടെ ഇവിടുത്തെ വെയിൽ ഭയങ്കര വെയിലാണ്. ഇതുപോലെ വളമിട്ടതാണ് ഈ പുതിനയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ. ബിരിയാണി വയ്ക്കാനും അതിനും ഇതിനുമൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് ഇതുപോലെ വളമിട്ടതാണ്. പുതിനയുടെ ഉപയോഗങ്ങൾ പലതാണല്ലോ. നമുക്ക് ചായ ഇടാനും ചമ്മന്തി അരയ്ക്കാനും അതുപോലെ മെയിനായിട്ട് ബിരിയാണിക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ പുതിന നമ്മൾ വാങ്ങുമ്പോൾ ഒരു 3-4 കമ്പെടുത്ത് അതിൻ്റെ ആ ചെറിയ നാര് പോലത്തെ വേരില്ല, അതിനെ എടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ മണ്ണിൽ ഇതുപോലെ ജൈവവളങ്ങളും കൂടെ ചേർത്ത മണ്ണായിരിക്കണം. അപ്പം നല്ല പുഷ്ടിയായിട്ട് വരും. വെള്ളത്തിലിട്ടാലും വരുന്നുണ്ട്, പക്ഷേ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരണില്ല. ഇതേപോലെ നല്ല ഒരു നിറഞ്ഞിതായിട്ട് വരണില്ല, ചെറിയ ഇലകളായിട്ട് വരും. അത് കുറച്ച് നാളാകുമ്പോൾ അത് പോവും. ഇത് വന്ന് നമുക്ക് പിന്നെയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലും പിന്നെയും കിട്ടുമല്ലോ. അപ്പോൾ ഇതിനും ഞാൻ ജൈവവളമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. പുതിന ഡൈജഷനും പിന്നെ കോൾഡിന് എല്ലാം ഉപയോഗിക്കുമല്ലോ. അതുപോലെ പുതിന, വാഴ, നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വന്നാൽ വയ്ക്കാം. അപ്പോൾ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റായിട്ട് കളയണ ഈ സാധനങ്ങൾ, കിച്ചൺ വേസ്റ്റ്, പ്ലാസ്റ്റിക് ഒഴികെ എല്ലാം നമ്മളിതുപോലെ ഒക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വളരെ ഈസിയാണത്.
അതെടുത്ത് വെച്ചു സ്മെല്ല് വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. അത് അപ്പം തന്നെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് മണ്ണിനടിയിൽ വയ്ക്കുക, കവറിലോ തറയിലോ. ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ ചെടിക്ക് ഇടാൻ പോണ വളമാണിത്. ജൈവവളം, നമ്മൾ വീട്ടിൽ ചെയ്യണ എല്ലാ വേസ്റ്റുകളും, പ്ലാസ്റ്റിക് ഇല്ലാതെ ബാക്കി എല്ലാ വേസ്റ്റും ഞാനിങ്ങനെ ഒരു പെയിൻറ്റ് ഡബ്ബ എടുത്തിട്ടുണ്ട്. അടിയിൽ ഇങ്ങനൊരു ഡബ്ബ വെച്ചിട്ടുണ്ട്. ഈ മേലെയുള്ള ഡബ്ബയിൽ ഒരു 3-4 ഹോൾ ഇട്ടിട്ട് ഇതെല്ലാം വേസ്റ്റെല്ലാം നമ്മളതിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ കുറച്ച് പുളിച്ച തൈരോ എന്തെങ്കിലും ഒഴിക്കാം മേലെ. അതിന് വേണ്ടാത്ത ഫുഡ് ഐറ്റംസ് എല്ലാം ഞാനിതിലിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് അഴുകിയിട്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ഗ്ലൗസ് ഇട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഗ്ലൗസ് എടുത്തില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇൻഫെക്ഷൻ ആവാതെ നോക്കിയാൽ മതി. ഇതിലേക്ക് ഞാൻ മീനിൻ്റെ വേസ്റ്റില്ല, അതെല്ലാം ഞാനിതിൽ കൊണ്ടിടും. അപ്പോൾ ഇവിടെ ഞാൻ ചെമ്മീൻ നന്നാക്കി അതിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പുറത്ത് കുറച്ച് മണ്ണിട്ടാൽ മതി. മണ്ണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിലുള്ള തന്നെ അതിൻ്റെ മേലെ കൂടെ അടിയിലാക്കിയിട്ട് കുറച്ച് മണ്ണോ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കുറച്ച് മേലെ ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ടാൽ മതി. ഇതിൽ നിറയെ സാധനങ്ങളുണ്ട്, ഒരു 3-4 മാസം കൊണ്ടുള്ളതൊക്കെ ഇതിലുണ്ട്. ഇത് അഴുകി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ആ ഓട്ടയിലൂടെ അടിയിലുള്ള ഡബ്ബയിൽ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡബ്ബ വാങ്ങുമൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. പെയിൻറ്റിൻ്റെ ഡബ്ബയോ അല്ലെങ്കിൽ ബക്കറ്റോ, ഒരു ചെറിയ ബക്കറ്റ് അടിയിൽ വെച്ചിട്ട് വലിയ ബക്കറ്റ് മേലെ വെച്ചിട്ട് ആ വലിയ ബക്കറ്റിൽ ഒരു 3-4 നമ്മൾ ഈ പപ്പടം കുത്തിയില്ലേ, അത് തീയിൽ കാണിച്ചിട്ട് ചൂടാക്കിയിട്ട് അത് ഇതിൻ്റെ അടിയിലിങ്ങനെ കുത്തുമ്പോൾ അത് നല്ല ഓട്ട വീഴും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ വെച്ച് ഓട്ടയിടാം. എങ്ങനെയെങ്കിലും ഒരു ഓട്ടയാക്കിയിട്ട് വലിയ ബക്കറ്റ് മേലെ വയ്ക്കണം, ചെറിയ ബക്കറ്റ് അടിയിൽ അതിൻ്റെ വെള്ളം വെളിയിൽ പോകാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ വീണ പോലെ വയ്ക്കണം. പെയിൻറ്റ് ഡബ്ബയാണെങ്കിൽ നല്ലത്. പുതിയ അതിന് വേണ്ടിയിട്ടുള്ളതൊന്നും വാങ്ങണമെന്നും ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ നമുക്കിതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനി അഴുകി നല്ല ഒരു മണ്ണിൻ്റെ കൂടെ ചേർന്ന മണ്ണ് പോലെ ആവും. ഇത് നമ്മൾ ചെടി വയ്ക്കുമ്പോൾ മണ്ണും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ നന്നായിട്ട് നല്ലൊരു വളമാവും. അതിൻ്റെ അടിയിൽ ഇതിൻ്റെ വെള്ളം, എല്ലാ എസൻസുള്ള വെള്ളം അതിൻ്റെ അടിയിൽ പോകുമല്ലോ. അപ്പോൾ അതിനെ എടുത്ത് ഒരു മാസമോ 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ എടുത്തിട്ട് 1 ലിറ്റർ ആണെങ്കിൽ ഒരു വലിയ ബക്കറ്റ് ഫുള്ളും വെള്ളം എടുത്ത് ആ 1 ലിറ്റർ അതിലൊഴിച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെ ചെടികൾക്ക് ഒഴിക്കുക. നല്ല വളമാണത്. ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല വളങ്ങൾ റെഡിയാക്കാൻ പറ്റും. വേസ്റ്റായിട്ട് കുപ്പയിൽ കൊണ്ട് കളയണത് ഇതുപോലെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ഥലമാണ്, അപ്പം നിറയെ ഏരിയ മണ്ണൊക്കെ ഉള്ള ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിടാം. ആ ചെടിയുടെ അടിയിൽ മണ്ണ് കുറച്ച് മാന്തി എടുത്തിട്ട് അടിയിൽ ഈ സാധനങ്ങൾ അപ്പോൾ കിട്ടുന്നത് കുറച്ച് ദൂരമായിട്ട് വീട്ടിൽ കൊണ്ടിട്ട് അത് ഇളകി പോകില്ലേ, ചെടി ഇളകി പോകില്ലേ. അപ്പോൾ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുകയും ചെയ്യാം. അതങ്ങനെ അങ്ങ് ദ്രവിച്ച് പോയിക്കോളും. അല്ല നമ്മളിപ്പോൾ ഇതുപോലെയൊക്കെയാണ് ടെറസിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ, ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഒരു 1-2 മാസം ആകുമ്പോഴത്തേക്ക് അത് അങ്ങനെ ഇരുന്ന് അത് ദ്രവിച്ച് മണ്ണ് പോലെ ആവും. ആ വെള്ളം അടിയിൽ പോവുകയും ചെയ്യും. ആ ഓട്ട ഇട്ടത് കൊണ്ട് വെള്ളം അടിയിൽ പോവുകയും ചെയ്യും. ആ വെള്ളം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ചെടിക്ക് ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കൂ. സ്ലറി എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് ആ ലിക്വിഡ് സ്ലറി. അത് ഇതിൻ്റെ എത്രയുണ്ടോ അത് നോക്കിയിട്ട് അതിൻ്റെ ഡബിൾ വെള്ളം ചേർക്കണം, എന്നിട്ട് നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ഫുഡ് ഐറ്റംസിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇതിൽ ഒഴുകിയിട്ടുണ്ട്. ഇതൊന്ന് ഭയങ്കര വീര്യമുള്ളതാണ്, കാരണം എല്ലാത്തിനും ഉള്ളത് അതിൻ്റെ ഇത് മാത്രമല്ല വരണത്, ചാറ് മാത്രം. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർക്കുന്നത്. ഇത്രയും ഉണ്ടല്ലോ, ഈ ബക്കറ്റിലൊരു 1/4 ബക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് നിറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കിച്ചൺ വേസ്റ്റ് എല്ലാം എടുത്തിട്ട്
നല്ലൊരു ഓർഗാനിക് ഗാർഡൻ തയ്യാറാക്കൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ.